അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹിം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിമുസന്നിഫി ഹാദൽ കിതാബിൽ മുബാറക്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി റബ്ബുൽ അർളീന വറബ്ബുൽ അർശിൽ കരീം. അല്ലാഹുമ്മ വമാ ഖദ്ദർത ലനാ മിൻ ഖൈരിൻ വശറഅനാ ഫീഹി ബിതൗഫീഖിക വതയ്സീരിക ഫതമ്മിംഹു ലനാ ബിഅഹ്സനിൽ വുജൂഹി കുല്ലിഹാ വഅസ്വബിഹാ വഅസ്വാഹാ فإنك على ما تشاء قدير وبالإجابة جدير نعم المولى ونعم النصير. اللهم وما قدرت لنا من شر وتحذرنا منه فاصرفه عنا يا حي يا قيوم لا إله إلا أنت سبحانك إني كنت من الظالمين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا ഇന്നക അന്തൽ അലീമുൽ ഹക്കീം യാ റബ്ബൽ ആലമീന വയാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു അസ്ബാബിൽ ഹദസ്. അസ്ബാബുൽ ഹദസ്. അസ്ബാബുൽ ഹദസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ എന്താണ്? ഒളുമുറിയുന്ന കാര്യങ്ങൾ. അസ്ബാബുൽ ഹദസ്, ഒളുമുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ? ബാബു അസ്ബാബിൽ ഹദസി. ഹദസിന്റെ കാരണങ്ങൾ. ഹദസ് എന്ന് പറഞ്ഞാൽ ഹദസ് എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മയന ഒളുവില്ലാത്ത അവസ്ഥ. അതാണ് ഒളുവില്ലാതിരിക്കുന്നതിനാണ് ഹദസ് എന്ന് പറയുക, ഒറ്റ വാക്കി പറഞ്ഞാൽ. ഇനി ഹദസുൻ അക്ബർ എന്ന് പറയണം കുളി നിർബന്ധമാകുന്ന അവസ്ഥയെ സംബന്ധിച്ച്. അല്ലാണ്ട് വെറും ഹദസ് എന്ന് പറഞ്ഞാൽ ഹദസുൻ അസ്ഗറാണ്. ഹദസുൻ അസ്ഗർ ഏതാ? ഒളുവില്ലാത്ത അവസ്ഥ. അതാണ് ഇത്ലാഖായിട്ട് ഹദസ് എന്ന് പറഞ്ഞാൽ മാന. ഇനി ഹദസുൻ അക്ബർ എന്ന് പറഞ്ഞാൽ ഏതാകുക? കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളാവൂ. അൽ മുറാദു ഇൻദൽ ഇത്ലാഖി വഹുവൽ അസ്ഗർ. ഇത്ലാഖായിട്ട് മുത്ലഖൻ ഹദസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താണ്? ചെറിയ അശുദ്ധിയാണ്. വയുഅബ്ബറു അൻഹാ ബിനവാഖിദിൽ വുളു. നല്ല ഇബാറത്ത് കണ്ട. അസ്ബാബുൽ ഹദസിന് എന്ത് മൈന പറഞ്ഞാൽ മതി? ബാബു നവാഖിദിൽ വുളു. അതിനെ സംബന്ധിച്ചുള്ള ഇബാറത്ത് എങ്ങനെ ഇടാം? അസ്ബാബുൽ ഹദസ് അതിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് ഇബാറത്ത് പറയാ? നവാഖിദുൽ വുളു, ഉളുമുറിയുന്ന കാര്യങ്ങൾ. വഹിയ അർബഅത്തുൻ. ഉളുമുറിയുന്ന കാര്യം 4ആണ്. ഏതെല്ലാം 4? അഹദുഹാ ഖുറൂജു ഷൈഇൻ മിൻ കുബിലിഹി. അവന്റെ കുബിലിൽ നിന്ന്, മുൻദ്വാരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഷൈഅ് പുറത്തു പോകുക. അൽ മുത്തവല്ലി. ഹീന്റെ മർജുനിലിഹി മുത്തവല്ലി. അല്ലെങ്കിൽ ഔ ദുബിരിഹി. മുൻദ്വാരത്തിൽ കൂടിയോ പിന്ദ്വാരത്തിൽ കൂടിയോ വല്ല സാധനവും പുറത്തു പോയാൽ വുളു മുറിഞ്ഞി. ഖാല തആല ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്ത്. ഖുർആൻ പ്രയോഗിച്ച പദം അതാണ്. വുളു മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്ത്. ഗായത്തിൽ നിന്ന് ഒരാൾ വന്നാൽ. കണ്ട, നിങ്ങളിൽ ഒരാള് ഗായത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ. ഗായത്തിന്റെ മയന എന്താണ്? കാഷ്ടം എന്നാണ്. അതിനാണ് ഗായത്ത് എന്ന് പറയാ. പക്ഷെ ഇവിടെ കാഷ്ടത്തിൽ നിന്ന് പുറത്തു വന്നാൽ എന്നല്ല. ഇവിടെ ഗായത്ത് ഉപയോഗിച്ചത് എന്താണ്? മക്കാനുള്ള ഗായത്തിനാണ്. ഗായത്ത് പോകുന്ന സ്ഥലം അഥവാ ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നാൽ അല്ല ആയത്ത്. ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മക്കാനുൽ മുത്തമയ്യിനു മിനൽ അർദ്. ഭൂമിയിൽ നിന്ന് കുഴിഞ്ഞ സ്ഥലം. കുഴിയിലല്ലേ ബാത്റൂം? കുഴിയിലാണ് പോയിട്ട് കാഷ്ടിക്കുക. കുഴിഞ്ഞ സ്ഥലം, അതിനാണ് എന്ത് പറയുക? ഗായിത്ത് എന്ന് പറയുക. കാഷ്ടിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ആയത്തിന്റെ. ആയത്ത് എന്ന് പറഞ്ഞാൽ കുഴിഞ്ഞ സ്ഥലവും.
ഇപ്പൊ നേരത്തെയൊക്കെ ഇപ്പൊ നമുക്ക് ഒന്നും അറിയില്ല, നമ്മളിപ്പം കണ്ട ബാത്റൂം ഒന്നുമല്ല. നേരത്തെയൊക്കെ റായത്തിന് വേണ്ടി പോകൽ എവിടെയാണ്, കാഷ്ടിക്കാൻ വേണ്ടി പോകൽ എവിടെയാണ്, മൂത്രിക്കാൻ വേണ്ടി പോകൽ എവിടെയാണ്? നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടാവും ചിലപ്പം. വലിയൊരു കുഴി വയ്ക്കൂ, എന്നിട്ട് ആ കുഴിയിലാണ് മൂത്രിക്കലും കാഷ്ടിക്കലും. അതിനാണ് റായത്ത് എന്നുള്ള ലഫ്ദ് ഉപയോഗിക്കൽ. ഇപ്പോഴും കുഴി തന്നെയല്ലേ, തന്നെ ഇപ്പോഴും ഉപയോഗിക്കല് കുഴി. പക്ഷെ പെട്ടെന്ന് കുഴി കാണാൻ കഴിയില്ല, കുഴിക്ക് പകരം ക്ലോസറ്റാണല്ലോ നമ്മൾ കാണുന്നത്, അത്രേ ഉള്ളൂ. ആയത്ത് എന്ന് പറഞ്ഞാൽ അൽ മക്കാനുൽ മുത്തമയിന്നു മിനൽ തുഖ്ലാഫിഹിൽ ഹാജത്തു, ഹാജത്ത് നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ഭൂമിയിൽ നിന്നുള്ള കൊഴിഞ്ഞ സ്ഥലം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഖുർആനിലായത്തിൽ ഔജാ അഹദും മിൻകും മിനൽ ഗായിത്തി എന്ന് പറഞ്ഞാൽ ആ ഗായിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? അൽ മക്കാനുൽ മുത്തമയിന്നു മിനൽ അർളി തുഖ്ലാഫിഹിൽ ഹാജത്ത്, അതാണ് ഖുർആൻ ആയത്തിൽ ഉപയോഗിച്ചത്. അതേസമയം സുംബിയ ഇതിന് പേര് പറഞ്ഞ്, ഏതിന്? ബാത്റൂമിന്. ബാത്റൂമിന് എന്ത് പേര് പറഞ്ഞ്? ബിസ്മിഹിൽ ഖാരിജ്, ആ പുറത്തു പോകുന്ന സാധനത്തിന്റെ പേരുകൊണ്ട്. വയറ്റുന്ന പുറത്തേക്ക് പോകുന്ന സാധനത്തിനാണ് ഗായിത്ത് എന്ന് പറയുക. അപ്പൊ ആ ഗായിത്ത് എന്ന് പറഞ്ഞത്, ഗായിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാഷ്ടമൊന്നും അതിനെ വെച്ചോ? കാഷ്ടം എന്നാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്, കക്കൂസിനെ പറ്റി പറഞ്ഞത്. അതെന്തിനാ? കാഷ്ടം പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ലഫ്ദ് മയന ഗായിത്തിന്റെ എന്താണ്? കാഷ്ടം എന്നാണ്. പക്ഷെ ഇപ്പൊ ഗായിത്തയുടെ ഖുർആൻ ഉപയോഗിച്ചത് എന്തിനാ? കാഷ്ടം പോകുന്ന സ്ഥലത്തിനെ സംബന്ധിച്ചാണ്. അതെങ്ങനെ ഗായിത്ത് കൊണ്ട് മക്കാനുള്ള ഗായിത്ത് ഉദ്ദേശിച്ചത് ഇൽ മുജാവറത്തി, പരസ്പരമുള്ള ബന്ധം. ആ പരസ്പരമുള്ള ബന്ധം എന്താന്ന് പറയണ്ടല്ല. അപ്പോ മുൻദ്വാരത്തിൽ കൂടിയോ പിന്ദ്വാരത്തിൽ കൂടിയോ വല്ലതും പുറത്തു പോയാൽ ഉതുമുറിഞ്ഞ് ഉതുമുറിയും. പിന്നെ വസവാവും ഫിൻ നഖ്ലി അൽ ഖാരിജുൽ മുഅ്താദു കൽ ബൗലി വന്നാദിറു കദ്ദമി. മുൻദ്വാരത്തിൽ കൂടിയോ പിന്ദ്വാരത്തിൽ കൂടിയോ വല്ലതും പുറത്തു പോകാന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ പുറത്തു പോകുന്ന സാധനം എന്താകാം? സാധാരണ പോകുന്ന ബൗലും ഗായിത്വാകാം. പിന്നെ അപൂർവമായി പോകുന്ന രക്തമാകുകയും ചെയ്യാം. മുൻദ്വാരത്തിൽ കൂടിയോ പിന്ദ്വാരത്തിൽ കൂടിയോ രക്തം പോയി, അത് സാധാരണ പോകുന്നതല്ലല്ലോ. വല്ല രോഗം കാരണത്താലോ മറ്റൊക്കെ പോകുന്നതാണ് ഏത്? മുൻദ്വാരത്തിൽ കൂടിയും പിന്ദ്വാരത്തിൽ കൂടിയുമുള്ള രക്തം. എന്നാലും എന്താവും? ഉളുമുറിയും. എന്ന് പറഞ്ഞാൽ കാഷ്ടിച്ചാലും മൂത്രിച്ചാലും മാത്രമല്ല ഉളുമുറിയ, മറിച്ച് മുൻദ്വാരത്തിൽ കൂടിയോ പിന്ദ്വാരത്തിൽ കൂടിയോ എന്തു പോയാലും എന്താവും? ഉളുമുറിയും. അത് എന്ത് തന്നെ ആയിക്കൊള്ളുന്നില്ല, ബൗലും ഗായിത്തും തന്നെ ആയിക്കൊള്ളുന്നുമില്ല. അപൂർവമായി പല രോഗം കാരണത്താലോ മറ്റോ പോകുന്ന വസ്തു പോയാലും എന്താവും? ഉളുമുറിയും. ഇല്ലൽ മനി, അതില്ല, അത് പോയാൽ ഉളുമുറിയൂല്ല. ഫലായുങ്കിദുൽ വുളു, അത് ഉളുവിനെ മുറിക്കൂല. മനി പോയാൽ ഉളുമുറിയില്ല. അതിന്റെ അർത്ഥം എന്താ? അതെങ്ങനെ ഇപ്പോ അത് പോവുക? ഉളുമുറിയാത്ത കോലത്തിൽ, ഉളുമുറിയാത്ത നിലക്ക് എങ്ങനെ മനി പോലെ? അത് ഉളൂട് കൂടി ഒരുത്തന് ഇരുന്നിട്ട് ഉറങ്ങി, ചന്തിക്കെട്ട് ഉറപ്പിച്ചിട്ട് വെച്ചിട്ട് തന്നെ ഉളു കൊടുത്ത്, എന്നിട്ട് ഓനെന്ത് ചെയ്ത്? ചന്തിക്കെട്ട് ഉറപ്പിച്ച് എന്നിട്ട് ഇരുന്നിട്ട് ഉറങ്ങി. എന്നാ അവന്റെ ഉളുമുറിയില്ലല്ലോ, ആ ഉറക്കൊണ്ട് ഉളുമുറിയില്ല. ചന്തിക്കെട്ട് ഉറപ്പിച്ചിട്ട് ഇരുന്ന് എന്നിട്ട് ഉറങ്ങി, എന്നാൽ എന്താവൂല? ഉളുമുറിയില്ലല്ല. നിങ്ങൾ കാണുന്നില്ലേ കുത്തുപോകുന്ന സമയത്ത് എല്ലാരും ഉറങ്ങുന്നു. കുത്തുപോകുമ്പോ ഞാൻ ഇന്ന് കണ്ട്, കുത്തുപോകുന്ന സമയത്ത് ഉറങ്ങി വീഴുന്നുണ്ട്. ഉളുമുറിയുന്നുണ്ടാ? ഇല്ലല്ല. അതെന്തുകൊണ്ടാ ഉളുമുറിയാത്തത്? ആ ഇരുന്ന് ഉറങ്ങുന്നവന് ഉറങ്ങാൻ തീരുമാനിച്ചിട്ട് വന്നതാണ്. അപ്പൊ ചന്തിക്കെട്ടാടെ ഉറപ്പിച്ചിട്ടാ ഇരുന്നിന്. അവിടെ ഫിഖ് അങ്ങനല്ലേ, ചന്തിക്കെട്ട് ഉറപ്പിച്ചിട്ട് ഇരുന്നാൽ എന്താവൂല, എന്നിട്ട് ഉറങ്ങിയാല് ഒതുമുറിയില്ല. അങ്ങനെ ഓനെ ഇരുന്നിട്ട് ഉറങ്ങിയിട്ട് ഓനിക്ക് എഹ്തിലാമം ഉണ്ടായി. അപ്പൊ ആ എഹ്തിലാമം കൊണ്ട് എന്താവൂല? ഒതുമുറിയില്ല.
ഏ ലിയന്നഹു യൂജിബുൽ ഗുസ്ലല്ലഅമ്മ. ഒതു മുറിയില്ല, പിന്നെ ഓനിക്ക് കുളി നിർബന്ധാവും. ഓന്റെ ഒതുവാണ് നിലവിലുണ്ട്. പിന്നെ ഓനിക്ക് എന്ത് നിർബന്ധമായിട്ടുണ്ട്? കുളി നിർബന്ധമായിട്ടുണ്ട്. ഓനിക്കിപ്പോ കുളി നിർബന്ധമായി. ഓൻ എന്തായിട്ടില്ല? ഓന്റെ ഒതു മുറിഞ്ഞിട്ടില്ല. ഒതു മുറിയാത്തതിന്റെ കാരണം എന്താ? മനി പുറപ്പെട്ട ഒതു മുറിയിട്ടില്ല. മനി പുറപ്പെട്ട കാരണത്താൽ എന്താകൂല്ല? ഒതു മുറിയില്ല. ഓനിക്കിപ്പോ സ്വപ്നസ്കലനം ഉണ്ടായിട്ട് ഓന്റെ ഒതു മുറിഞ്ഞിട്ടില്ല. ഒതുവാർ തന്നെ ഉണ്ട്, പക്ഷെ കുളി നിർബന്ധമായിട്ടുണ്ട്. ആ ഒതു കൊണ്ട് എനിക്ക് കാര്യമുണ്ടല്ലോ. അവര് കുളിച്ചിട്ട് നിൽക്കിരിക്കാം. കുളിച്ചിട്ട് ഓൻ രണ്ടാമത് എന്താക്കണ്ടതിന് ഒതു കൊടുക്കണ്ട. കാരണം എന്താ? ഒതു എനിക്കുണ്ട്. പിന്നെ ഓൻ എന്ത് ചെയ്താൽ മതി? കുളിച്ചാ മതി. പോയിട്ട് കുളിച്ചോ, കുളിച്ചിട്ട് പോയിട്ട് നിൽക്കിരിച്ചോ. എന്ത് ചെയ്യണ്ട? ഒതു കൊടുക്കണ്ട. എന്തുകൊണ്ടാ ഒതു കൊടുക്കാത്ത? എന്റെ ഒതുവാടെ ഉണ്ട്. കാരണം ഒതു കൊടുത്തിട്ട് ഒതു കൊടുത്തിട്ട് ഇരുന്നിട്ടല്ലേ എന്തുണ്ടായത്? ഇഹ്തിലാം ഉണ്ടായത്. അപ്പൊ എന്ത് ചെയ്ത്? എന്റെ ഒതുവാടെ നിലനിന്നിട്ടുണ്ട്. കുളി എനിക്ക് നിർബന്ധമായിട്ടുണ്ട്. ഇനി കുളിച്ചിട്ട് പോയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? നിക്കരിക്കാം. എന്ത് ചെയ്യണ്ട? ഒതു കൊടുക്കണ്ട. ലിയന്നഹു യൂജിബുൽ ഗുസ്ല, അത് കുളി നിർബന്ധമാക്കും. അൽ അഅമ്മ മിനൽ വുളൂഇ, വുളൂഇനേക്കാൾ ബില്ലല്ലേ. പിന്നെ അപ്പൊ ആടൊരു സംശയം. ഒരു പെണ്ണ് ഇരുന്നിട്ട് ഒതു കൊടുത്ത്, പെണ്ണ് ഒതുണ്ട്. ആ ഒതുവോട് കൂടി ഒക്കെ ഹൈലുണ്ടായി. ഹൈല് രക്തം പുറപ്പെട്ടു. എന്നാലെന്താവും? ഓടെ ഒതുവും പോയി, കുളിയും നിർബന്ധമായി. അതുപോലെ തന്നെയല്ലേ ഇത്? ഒരു പെണ്ണിന് എന്തുണ്ടായി? മനിക്ക് പുറപ്പെട്ടല്ല. മനിക്ക് പുറപ്പെട്ട ഒതു മുറിയില്ല. ഹൈല് പുറപ്പെട്ട ഒതു മുറിയൂ. അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താ? അത് കേട്ടോ. പിന്നമ്മ നക്കൽ ഹൈലു, ഹൈൽ എന്ത് ചെയ്ത്? ഹൈല് ഒതുവിനെ മുറിച്ചു കഴിഞ്ഞു. അതെന്താ കാരണം? മൈജാബിഹിൽ ഗസ്ല, കുളി നിർബന്ധാക്കുകയും ചെയ്തില്ലേ? ഹൈല് പുറപ്പെട്ടാൽ കുളി നിർബന്ധാവും. ഹൈല് പുറപ്പെട്ടാൽ കുളി നിർബന്ധാവും. ഊതു മുറിയും ചെയ്യും. മനി പുറപ്പെട്ടാൽ കുളി നിർബന്ധാവും. ഊതു മുറിയൂല്ല. എന്താ? മനിയും ഹൈലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ലിയന്നഹു ലാ ഫായിദത ലിബഖാഇൽ വുളൂഇ മഅഹു. ഈ ഹൈലുണ്ട്, അതോടുകൂടി ഈ ഒതുവിടെ ബാക്കിയായിട്ട് ഇപ്പോൾ എന്താ കാര്യം? ഒക്കെ ഹൈലുണ്ട്, ഓളെ ഒതു മുറിഞ്ഞിട്ടില്ല നോക്ക്. ആ ഒതു കൊണ്ട് ഇപ്പെടുന്ന കാര്യം ഒരു കാര്യമില്ല. ഹൈലോടുകൂടി എല്ലാം ഹറാമായില്ലേ? അതുപോലെ അല്ലല്ലേ ഇപ്പൊ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഹൈല് പുറപ്പെടലോടുകൂടി ഓക്കെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. എല്ലാം ഹറാമായി തീരും. അതുപോലെല്ല ഇഹ്തിലാമുണ്ടായി അപ്പം തന്നെ പോയിട്ട് കുടിക്കാല. ഹൈലുണ്ടായി അപ്പം തന്നെ പോയിട്ട് കുടിച്ചിട്ടും ചെയ്യാൻ കഴിയോ? ഹൈല് തീരണ്ടേ? അപ്പൊ രണ്ടും തമ്മിലുള്ള ഫർക്ക് അതാണ്. ഹൈല് പുറപ്പെട്ടാൽ ഉദുവും പോയി, കുളിയും നിർബന്ധമായി. മനി ഇക്കോലത്തിൽ പുറപ്പെട്ടാൽ ഉദു മുറിയൂല, അതേസമയം കുളി നിർബന്ധമാകും. ഇനി വലവിൻ സദ്ദ മഖ്റജുഹു വൻഫതഹ മഖ്റജുൻ തഹ്ത മഇദതിഹി, സാധാരണ പോകുന്ന മഖ്റജ് അത് അടഞ്ഞുപോയി. അല്ലാഹു തആല കാക്കട്ടെ. മൂത്രവും കാഷ്ടവും പോകുന്ന ആ ദ്വാര അടഞ്ഞു പോയിട്ട് എന്തായി? മെയ്ദത്തിന്റെ ആമാശയത്തിന്റെ താഴെ മറ്റൊരു ദ്വാരം ഉണ്ടായിത്തീർന്നു. സാധാ പോകുന്ന രണ്ട് ദ്വാരം അടഞ്ഞിട്ട് മെയ്ദത്തിന്റെ ആമാശയത്തിന്റെ താഴെ വേറെ എന്തുണ്ടായി? ഒരു ദ്വാരം ഉണ്ടായി. മെയ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മിനസുറത്തി ഇലൽ മുൻഹസിഫി തഹ്ത സദ്രി. സുറത്ത് മുതൽ ആ കുഴിഞ്ഞു നിൽക്കുന്ന നെഞ്ചിന്റെ താഴെ കുഴിഞ്ഞു നിൽക്കുന്ന സ്ഥലം, മേദത്ത് പൊക്കള് കണ്ടില്ലേ? ആ പൊക്കളിന്റെ മേലെ തഹത്ത് അവിടെ കുഴിഞ്ഞു നിൽക്കുന്നു. ആ സ്ഥലത്തിനാണ് എന്ത് പറയാ? മേദത്ത് എന്ന് പറയാ. പൊക്കള് മുതൽ മേലെ നോക്ക്, ഈ സദർ, ഇതിനാണ് മേദത്ത് എന്ന് പറയാ. ആ മേദത്തിൽ എന്തുണ്ടായി? ദ്വാരം ഉണ്ടായി.
അതുകൊണ്ട് അതിൽ കൂടിയാണ് ഓനിപ്പോൾ ഈ കാഷ്ടവും മൂത്രവും ഇതൊക്കെ പുറത്തു പോകുന്നത്. നേരത്തെ ഉള്ള ദ്വാരം എന്തായിട്ടുണ്ട്? അടഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഹുക്കും എന്താണ്? അതിൽ കൂടി പുറത്തു പോകുന്ന സാധനത്തിന്റെ ഹുക്കും എന്താണ്? മേദത്ത് എന്ന് പറഞ്ഞാൽ മിന സുറത്തി ഇരൽ മുൻഹസിഫി തഹത്ത സദ്രി ഐ ഇൻഫതഹ തഹത്ത സുറത്തി കമാ കാലഹു ഫി ദക്കായിക്ക്. ദക്കായിക്ക് ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക്? ആ ദക്കായിക്കിൽ എന്തായിട്ടുണ്ട്? അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മേദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു ദ്വാരം ഉണ്ടായിട്ട് അതിൽ കൂടി കാഷ്ടവും മൂത്രവും പുറത്തു പോകുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് ഒന്നു മുറിയുമോ? ഇല്ലേ. നേരത്തെ ഉള്ളത് അവിടെ അടഞ്ഞുപോയി. മൂത്രം പോകുന്ന ആ സ്ഥലം എന്തായിട്ടുണ്ട്? നേരത്തെ ഉള്ള ദ്വാരം അവിടെ അടഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടാണ് സുറത്തിന്റെ താഴെ മേദത്തില് ഒരു ദ്വാരം ഉണ്ടായിട്ട് അതിൽ കൂടി കാഷ്ടവും മൂത്രവും പുറത്തു പോകുന്നു. എന്നാ ഇപ്പൊ ഒന്നു മുറിയോ? ഇല്ലേ. തിരിഞ്ഞില്ലേ? കാരണം ദുബറിൽ നിന്നും കുബിലിൽ നിന്നും ഒരു സാധനം പുറത്തു പോകുക എന്നാ പറഞ്ഞത്. ഇതിപ്പോ ഈ പുറത്തു പോകുന്ന ഈ ദ്വാരം ദുബറും അല്ല കുബിലും അല്ല, മറിച്ച് മറ്റൊരു ദ്വാരാണ്. അപ്പൊ അതിൽ കൂടി ഒരു സാധനം പുറത്തു പോയാൽ ഒന്ന് മുറിയുമോ? ഇല്ലേ. അതാണ് നമ്മുടെ ചർച്ച. അതുകൊണ്ട് ആടെങ്ങനെ സാധാരണ പോകുന്ന ഈ ദ്വാരം അവിടെ അടഞ്ഞിട്ട് ഇങ്ങനെ ഒരു ദ്വാരം തുറന്ന് അതിൽ കൂടി പുറത്തു പോയാൽ ഫഖറജ മിൻഹുൽ മുഅ്താദ്, മുഅ്താദായ സാധനം അതിൽ കൂടി പുറത്തുപോയി. അതായത് ബൗലും ഹായിത്തും. ഈ പുതിയ ദ്വാരത്തിൽ കൂടി പുറത്തു പോയത് എന്താണ്? സാധാരണ പോകുന്ന സാധനമാണ്. അതായത് ബൗലും ഹായിത്തും പുറത്തുപോയി. എന്നാൽ നക്കല്ല കണ്ട എന്താവും? ഒന്നു മുറിയും. സാധാരണ പോകുന്ന സാധനം പുറത്തു പോയാൽ. അപ്പൊ സാധാരണ പോകാത്ത നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ രക്തമൊക്കെ പോയാലോ? ഒക്കഥാ നാദിറുൻ, നാദിർ പോയാലും ഒന്നു മുറിയും. നാദിറായ സാധനം ഏതാണ്? കദൂദിൻ, പുഴു പോലെ. ഫിൽ അദ്ഹരി, ആടെ അദ്ഹറും സാനിയും. ആടെ അദ്ഹർ പറയുന്നു അപൂർവമായി പോകുന്ന സാധനം പോയാലും ഒന്നു മുറിയും. അദ്ഹറിന്റെ സാനി പറയുന്നു സാധാരണ പോകുന്ന സാധനം പോയാൽ മാത്രമേ ഒന്നു മുറിയൂ. സാധാരണ പോകുന്നത് ബൗലും കായിട്ടും. അപ്പൊ സാധാ പോകുന്ന കുബിലും ദുബറും അടഞ്ഞുപോയി. എന്നിട്ട് ഈ മേദത്തിൽ ഒരു പുതിയ ദ്വാരമുണ്ടായി. ആ പുതിയ ദ്വാരത്തിൽ കൂടി കാഷ്ടവും മൂത്രവും പുറത്തു പോയാൽ ഒന്നു മുറിയും. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല. അപ്പൊ സാധാരണ പോകുന്ന ബൗലും ഹായിത്തും അല്ലാത്ത ദൂതോ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള ദമോ അങ്ങനെ അപൂർവമായിട്ടുള്ള സാധനം പോയാൽ ഒന്നും മുറിയോ ഇല്ലേ? അൽഹർ പറയുന്നു മുറിയും. അൽഹറിന്റെ സാനി പറയുന്നു മുറിയൂല. അതെന്തുകൊണ്ടാ മുറിയും എന്ന് പറയുന്നു? നാദിറായ സാധനം പോയാലും മുറിയുമെന്ന് പറയാൻ കാരണം എന്താ? ലിഖിയാമിഹി മുഖാമൽ മുൻസദ്ദി, ആ മുൻസദ്ദിന്റെ ആ അടഞ്ഞുപോയ ആ ദ്വാരത്തിന്റെ സ്ഥാനത്ത് ഈ ദ്വാരം നിൽക്കുന്നു. ആ സാധനം അടഞ്ഞില്ലേ? കുബിലോ ദുബറോ അടഞ്ഞുപോയില്ലേ? അപ്പൊ ആ അടഞ്ഞു പോയതിന്റെ സ്ഥാനത്തേതാണ് ഏത്? ഈ പുതിയ ഈ ദ്വാരം. അപ്പൊ ഇത് അതിന്റെ സ്ഥാനത്ത് നിൽക്കും. അതുകൊണ്ട് മുഅ്താദ് പോയാൽ തിരക്കുള്ള, നാദിർ പോയാൽ തിരക്കുള്ള ഉദു മുറിയും. ലറൂറത്തൻ, അത് പിന്നെ മുൻസത്തിന്റെ സ്ഥാനത്ത് നിൽക്കുകയല്ല. ഈ സാധാരണയുള്ള ദ്വാരത്തിന്റെ സ്ഥാനത്ത് അതിൽ കൂടി ബൗല് പോകുന്ന ഈ രണ്ടാമത്തെ ദ്വാരം നിൽക്കുന്നത് ലറൂറത്താണ്. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ലറൂറത്തായിട്ട് എല്ലാവരും സമ്മതിക്കും. ഏത്? മൂത്രം പോകുന്നതിലേക്ക് കൂടി. അപ്പൊ ഈ മൂത്രം പോകുന്നത് എന്തുകൊണ്ടാ? അപ്പൊ അതിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഇത്. അത് ലറൂറത്തായിട്ട് എല്ലാവരും അംഗീകരിക്കും. അതിൽ പ്രശ്നേ ഇല്ല. അപ്പൻ നാദിറിലും അങ്ങനെ തന്നെയാണ്. മൂത്രം പോകുന്നതിലേക്ക് കൂടി ഇപ്പൊ എല്ലാവരും അംഗീകരിക്കുന്നില്ലേ? എന്ത്? അത് സാധാരണ ദ്വാരത്തിന്റെ സ്ഥാനത്ത് തന്നെയാണ്. അപ്പൊ ഇതിനെ അവിടെ അംഗീകരിക്കണം, നാദിറിനെയും അംഗീകരിക്കണം. സാനെ പറയുന്നത് യക്കൂലു ലാ ദറൂറത്ത ഫി ഖിയാമിഹി മഖാമുഹു ഫി നാദിർ. നാദിർ ആകുമ്പോ ആ സ്ഥാനത്ത് ഇതിനെ നിർത്തണ്ട.
നാദിറായിട്ടല്ലേ നാദിറായിട്ട് പോകുന്ന ഒരു സാധനമല്ലേ. അതുകൊണ്ട് ഈ പോകുന്നത് മുന്തുവാരത്തിന്റെയും ബിന്ദുവാരത്തിന്റെയും ആ സ്ഥാനത്ത് നാദിറായ സാധനം പുറത്തു പോകുമ്പോൾ കൊണ്ട് നിർത്തണ്ട. മറിച്ച് സാധാരണ പോകുന്ന ആയത്തും ബഹുലുമാണെങ്കിൽ നിർത്തിയാൽ മതി. ഇതാണ് സാധന പറയുന്നത്. ഫലായും കൊതു. അപ്പോ സാനിന്റെ അടുക്കല് എന്താവൂല, ഒതുമുറിയില്ല. ഇപ്പൊ സാധാരണ പോകുന്ന മലദ്വാരോ അല്ലെങ്കിൽ മൂത്രദ്വാരോ അടഞ്ഞു പോയിട്ട് സുറത്തിന്റെ താഴെ ഒരു പുതിയ ദ്വാരം വന്ന് ആ ദ്വാരത്തിൽ കൂടി കാഷ്ടവോ മൂത്രമോ പോകുന്നുണ്ടെങ്കിൽ ഒതു മുറിയും. അവിടെ സംശയമേ ഇല്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പുതിയ ദ്വാരത്തെ ആ പഴയ ദ്വാരത്തിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് നിർത്തുന്നു. ഇനി അതിൽ കൂടി നാദിറായിട്ട് അപൂർവമായിട്ട് എന്തെങ്കിലും പോകുന്ന സാധനം, എന്തെങ്കിലും ഒരു ദൂത് പുറത്തുപോയി, അല്ലെങ്കിൽ പിന്നെ ദമു പുറത്തുപോയി, എന്നാൽ ആ സമയത്ത് എന്ത് ചെയ്യണ്ട, ഇതിനെ ആ സാധാരണ പോകുന്ന ദ്വാരത്തിന്റെ ആ സ്ഥാനത്ത് നിർത്തണ്ട എന്നാണ് സാനി പറയുന്നത്. അദ്ഹർ പറയുന്നത് നമുക്ക് അതിനെ തന്നെ അവിടെ തന്നെ നിർത്തണം. എന്നിട്ട് സാധാരണ പോകുന്ന അതിന്റെ ഹുക്കുമ് തന്നെ ഈ നാദിറായ സാധനത്തിനും കൊടുക്കണം, ഉദു മുറിയും എന്ന് അദ്ഹർ പറയുന്നു. അദ്ഹറിന്റെ സാനി മുറിയില്ലായിരുന്നു.